ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ മൊത്തത്തിലായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഒരു അര കപ്പ് കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ അര കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. ഈ ഒരു കോൺഫ്ലവർ നമുക്ക് ഈ ഒരു പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം മാത്രമാണ് നമ്മളിത് ഗ്യാസിലേക്ക് മാറ്റുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ കോൺഫ്ലവർ ആണ് താഴെ കട്ട പിടിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റുള്ള ഒരു പുഡിങ് തന്നെയാണ് ഇത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പാല് തിളച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു കോൺഫ്ലവർ ഒന്ന് വേവായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് പിന്നെ ഒന്ന് തിക്കായി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പാലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട്, ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പാല് ഇതുപോലെ ചെറുതായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല, ഒന്നുകൂടി ഒന്ന് റെഡി ആയിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു 5-7 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു തിക്നെസ് ഈ ഒരു പുഡിങ്ങിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ഒരു പുഡിങ് ഒഴിച്ച് വെക്കാനുള്ള പാത്രം ഫസ്റ്റ് തന്നെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നെയ്യൊന്ന് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പുഡിങ് ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം മാത്രം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് തണുത്തതിൻ്റെ ശേഷം വേണം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു മീഡിയം സൈസിലാണ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, അതുപോലെ കുറച്ച് സുർക്കയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഈ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ എന്താ പറയുക, ഗരം മസാല പൗഡറും, പിന്നെ ഇതാ വലിയ ജീരകം 1/2 ടീസ്പൂൺ കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് വേഗത്തിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനൊരു 7 തക്കാളി ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 8 വലിയ സോൾ എടുത്തിട്ടുണ്ട്. അതോടും ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മളിതൊന്ന് വിസിലടുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കിലോ റൈസും അതുപോലെ 1.5 കിലോ ചിക്കനും വെച്ചിട്ടാണ് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതാ എന്താ പറയുക, ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കന് ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ആക്കുന്നില്ല, ഒരു പകുതി ഭാഗത്തോളം ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മസാലയിൽ ഇട്ടിട്ടാണ് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ അടിഭാഗം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയ സമയത്ത് ഞാനിതാ ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി കൂടി ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ബാക്കി ചിക്കൻ്റെ പീസസ് കൂടി ഇട്ടെടുക്കുകയാണ്.
അപ്പോൾ ചിക്കൻ എല്ലതും ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണിയിൽ ചിക്കനിലേക്ക് എടുത്തിട്ടുള്ള ഒരു മസാല ഇല്ലേ, ആ ഒരു മസാല തേച്ചിട്ടാണ് ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുറച്ച് കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിക്കനൊന്ന് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് തന്നെ വേണം കേട്ടോ നമുക്കിതിന്. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് എടുക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു ചിക്കൻ കഴിക്കുന്ന ടൈമിൽ. ഇനിയിപ്പോൾ ഇതാ ചിക്കന് ഒന്ന് റെഡി ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പകുതി വേവായിട്ടുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതാ 2 മീഡിയം സൈസുള്ള സവോള ഒന്ന് വലുതാക്കി കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. അതും ഏകദേശം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഒരു സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വേവാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. ബിരിയാണി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു 1/2 കപ്പോളം വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് എന്താ പറയുക പട്ടയുടെ പീസും ഏലക്കായും ഗ്രാമ്പും കൂടിയും എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നാൽ നമ്മൾ തക്കാളിയും എന്താ പറയുക സവോളയും കുക്കറിൽ വേവിച്ചെടുത്തിട്ടില്ലായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അത് കുറച്ച് വെള്ളം ഒന്ന് നമുക്ക് വറ്റി വരാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, ഇത് 3ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മസാലയായിട്ട്. അപ്പോൾ ഒരു മസാലയുടെ ഒരു പച്ചമണം ഒന്ന് മാറും വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇനി എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടില്ലായിരുന്നു ബിരിയാണിയിലേക്കുള്ള. അപ്പോൾ അതിലേക്കുള്ള ആ ഒരു മസാലയുടെ കൂടെയാണ് ഈ ഒരു കോൺഫ്ലവർ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. അതാണ് അങ്ങനെയുള്ളത്. അപ്പോൾ അതുകൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലവർ നന്നായിട്ടൊന്ന് വേവാവണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾക്ക് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി വെള്ളം വേണം, ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് മല്ലിയുടെ പുതിനയുടെ ഇല ആ ഒരു തണ്ടോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇല കുറച്ചുള്ളൂ, തണ്ടാണ് കൂടുതലായിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു ബിരിയാണിയിലെ മസാലയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ആ ഒരു എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു സംഭവമില്ലേ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ കുറച്ചധികം തന്നെ ചപ്പും മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഗരം മസാല പൗഡർ, അതായത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ മസാലയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് റെഡിയായി വന്നാൽ നമ്മൾക്ക് ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കന് നമുക്ക് എന്താ പറയുക ഒരു പകുതി കൂടി വേവാവാനുണ്ട് കേട്ടോ. ആ പകുതി മാത്രമേ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഉടയാത്ത രീതിയിൽ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക. വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഗ്രേവിയിലേക്ക് ചാർക്കോൾ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചെയ്യുക, നല്ല ടേസ്റ്റാണ് ആ ഒരു ഗ്രേവിക്ക്. ഇനിയിപ്പോൾ മസാല റെഡി ആയതിൻ്റെ ശേഷം ഞാനിത് പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ മല്ലിയുടെയും പുതിനയുടെ ഇലയും കുറച്ചും
കുറച്ച് നെയ്യും കൂടി ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി റൈസ് കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഇട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കനലാണ് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒന്ന് മൂടി വെക്കാം. അപ്പോൾ 1.5 കിലോ റൈസ് ഞാൻ ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആവും എന്ന് വിചാരിച്ചിട്ട്. അതിനിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മേലെ തീ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറോളം നമ്മൾ കനലൊക്കെ മുകളിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ 2 മണിക്കൂറിൻ്റെ ശേഷം ഞാൻ ബിരിയാണി അതുപോലെ ചിക്കൻ ആ ഒരു റൈസും ചിക്കനും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വേഗത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി തന്നെയാണിത്. അത് നമുക്കിത് വേഗത്തിലും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ബിരിയാണിനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ചിക്കൻ ഗ്രേവിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതാ എൻ്റെ ജ്യേഷ്ഠത്തി മോനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. ഓക്കേ ബൈ.